ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സഹകാരി റേസ് പ്ലസിൻ്റെ മറ്റൊരു SCERT സെക്ഷനിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് നമ്മൾ ഓൾറെഡി പറഞ്ഞ് ഫസ്റ്റ് പാർട്ടിൽ കവർ ചെയ്തിട്ടുള്ളതിൻ്റെ സെക്കൻഡ് പാർട്ടാണ്. അത് ഏതെന്ന് പറയുന്നത് സോഷ്യൽ സയൻസിലെ ചാപ്റ്റർ 10 ആണ് കേട്ടോ. അതിൻ്റെ സെക്കൻഡ് പാർട്ടാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. ഏതാണ് പാഠം? ലോകഭൂപടത്തിൽ യൂറോപ്പ്. അപ്പോൾ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ജനസംഖ്യയാണ് കേട്ടോ. അവിടുത്തെ ജനസംഖ്യ നമ്മൾ ഓൾറെഡി പറഞ്ഞു, വലിപ്പത്തിൽ 6ാം സ്ഥാനമാണ് എന്ന് പറഞ്ഞല്ലേ. വലിപ്പത്തിൽ അത് ഭൂഖണ്ഡങ്ങൾ 7 ഉണ്ട്. അതിൽ എന്താണ് വലിപ്പത്തിന്റെ അനുസരിച്ച് 6th പൊസിഷൻ. ഏറ്റവും ചെറുതെന്ന് പറയുന്നത് ഓസ്ട്രേലിയ ആണ്, നമുക്കറിയാം. ഏറ്റവും വലുത് ഏഷ്യ ആണെന്ന് നമുക്കറിയാം. അപ്പോൾ വലിപ്പത്തിൽ 6ാം സ്ഥാനം എങ്കിലും ജനസംഖ്യയിൽ നോക്കൂ, വലിപ്പത്തിൽ 6ാം സ്ഥാനം എങ്കിൽ എന്നാൽ ജനസംഖ്യയിൽ ഏഷ്യയ്ക്കും ആഫ്രിക്കയ്ക്കും ശേഷം 3ാം സ്ഥാനമാണ് യൂറോപ്പിന്. അപ്പം ജനസംഖ്യയിൽ എത്രാം സ്ഥാനമാണ് യൂറോപ്പിന്? 3ാം സ്ഥാനം. വലിപ്പത്തിലാണെങ്കിലോ 7ാം സ്ഥാനം. അപ്പൊ ഏറ്റവും ഫസ്റ്റ് ഏഷ്യ, ദെൻ സെക്കൻഡ് ആഫ്രിക്ക, തൊട്ടു പിന്നിലായി 3ാം സ്ഥാനത്താണ് ജനസംഖ്യയിൽ 3ാം സ്ഥാനത്താണ് യൂറോപ്പ്. ഓർക്കാം. അപ്പോ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാജ്യം അല്ലെ ഏതാണ്? യൂറോപ്പിൽ തന്നെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാജ്യം റഷ്യയാണ്. ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള യൂറോപ്യൻ രാജ്യം നമ്മൾ പറഞ്ഞു റഷ്യയാണ്. യൂറോപ്പിലെ ഏറ്റവും വലിയ രാജ്യം അല്ലെ. 25% മാത്രമാണ് റഷ്യയുടേത് യൂറോപ്പിൽ ഉള്ളത്. എന്നാൽ ആ 25%-ത്തിലാണ് അവിടുത്തെ 75% കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം ഏറ്റവും വലിയ രാജ്യം, ഏറ്റവും ജനസംഖ്യയുള്ള രാജ്യവും യൂറോപ്യൻ കോണ്ടിനെന്റിന്റെ ഏതാണ്? റഷ്യയാണ്. ഓക്കെ, അപ്പൊ അവിടെ നമുക്കൊരു ചോദ്യം കിട്ടി. ഏറ്റവും കൂടുതൽ പോപ്പുലേഷനുള്ള യൂറോപ്യൻ രാജ്യം റഷ്യ. ഏറ്റവും വലിയ യൂറോപ്യൻ രാജ്യം റഷ്യ. അപ്പൊ റഷ്യയാണ് ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള യൂറോപ്യൻ രാജ്യം. നമ്മൾ എന്ത് പറഞ്ഞു? വലിപ്പത്തിൽ 6ാം സ്ഥാനം, പോപ്പുലേഷനിൽ 3ാം സ്ഥാനം, എന്നാൽ ഏറ്റവും വലിയ ജനസംഖ്യയുള്ള രാജ്യം യൂറോപ്യൻ രാജ്യം റഷ്യ. ഇനി ജർമ്മനി, യുണൈറ്റഡ് കിങ്ഡം, ഫ്രാൻസ്, ഇറ്റലി എന്നീ രാജ്യങ്ങളാണ് ജനസംഖ്യയിൽ റഷ്യക്ക് പിന്നിൽ. അപ്പൊ റഷ്യക്ക് പിന്നിലായിട്ട് നമ്മുടെ UK ഉണ്ട്, അതുപോലെ തന്നെ ഫ്രാൻസ്, ഇറ്റലി എക്സെട്ര. ഓക്കെ, ഇനി അടുത്തത് യൂറോപ്പിന്റെ എല്ലാ ഭാഗത്തും ജനസംഖ്യ ഒരുപോലെയല്ല കാണപ്പെടുന്നത്. ഭൂഖണ്ഡത്തിന്റെ പടിഞ്ഞാറ്, തെക്ക്, കിഴക്ക് ഭാഗത്തുള്ള രാജ്യങ്ങളിലാണ് ജനസംഖ്യ കൂടുതൽ. സ്കാൻഡിനേവിയൻ ഭൂപ്രദേശത്തുള്ള രാജ്യങ്ങളെയും അവയുടെ കാലാവസ്ഥയെയും ഭൂപ്രകൃതിയെയും കുറിച്ച് നാം ചർച്ച ചെയ്യും. അപ്പൊ ഭൂഖണ്ഡത്തിന്റെ പടിഞ്ഞാറ്, തെക്ക്, കിഴക്ക്, യൂറോപ്യൻ ഭൂഖണ്ഡത്തിന്റെ പടിഞ്ഞാറ്, തെക്ക്, കിഴക്ക് ഈ 3 ഭാഗത്താണ് രാജ്യത്തിന്റെ ഏറ്റവും കൂടുതൽ പോപ്പുലേഷൻ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്, അതായത് ജനസംഖ്യ കൂടുതൽ. ഓക്കെ, ഇനി ഭൂമിശാസ്ത്ര പ്രത്യേകതകൾ കാരണം സ്കാൻഡിനേവിയൻ ഭൂപ്രദേശത്തുള്ള നോർവേ, സ്വീഡൻ, ഫിൻലാൻഡ് തുടങ്ങിയ രാജ്യങ്ങളിൽ ജനസംഖ്യയും ജനസാന്ദ്രതയും വളരെ കുറവാണ്. നമ്മൾ നേരത്തെ സ്കാൻഡിനേവിയൻ രാജ്യങ്ങൾ അവിടെയുള്ള കാലാവസ്ഥയൊക്കെ പറഞ്ഞിരുന്നല്ലോ അല്ലെ. അപ്പൊ സ്കാൻഡിനേവിയൻ രാജ്യങ്ങളായ നോർവേ, സ്വീഡൻ, ഫിൻലാൻഡ് ഇവിടെയെല്ലാം ജനസംഖ്യ കുറവാണ്. ജനസംഖ്യയും ജനസാന്ദ്രതയും എന്താണ്? കുറവാണ് എന്ന് ഓർക്കാം. ഈ രാജ്യങ്ങളിൽ തെക്ക് കടലിനോട് ചേർന്നുള്ള പട്ടണത്തിലാണ് ബഹുഭൂരിപക്ഷം ജനങ്ങളും താമസിക്കുന്നത്. അപ്പം സ്കാൻഡിനേവിയൻ രാജ്യങ്ങളായ എവിടെ? ഫിൻലാൻഡ്, നോർവേ, സ്വീഡൻ കമ്പാരിറ്റീവ്ലി പോപ്പുലേഷൻ വളരെ കുറവാണ്. ഇനി ഉള്ള പോപ്പുലേഷൻ എവിടെയാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ഈ രാജ്യങ്ങളുടെ തെക്കായിട്ട് കടലിനോട് ചേർന്നുള്ള പട്ടണങ്ങളിലാണ് അവിടെയുള്ള കൂടുതലും പോപ്പുലേഷൻ കോൺസെൻട്രേറ്റ് ചെയ്യുന്നതെന്ന് നമുക്ക് ഓർക്കാം. ഇനി ഇവിടെ പറയുമ്പം യുണൈറ്റഡ് കിങ്ഡം അല്ലെ, നമുക്കറിയാം ബ്രിട്ടൻ, യുണൈറ്റഡ് കിങ്ഡം, ഇംഗ്ലണ്ട് ഇതെല്ലാം ഒരു രാജ്യത്തെ പറയുന്നതാണോ? ആ കൺഫ്യൂഷൻ നമുക്ക് ഇപ്പം മാറ്റാം. നോക്കടാ, ഇംഗ്ലണ്ട്, സ്കോട്ട്ലൻഡ്, വെയിൽസ് എന്നീ രാജ്യങ്ങളെ ചേർത്ത് ഗ്രേറ്റ് ബ്രിട്ടൻ എന്നും ഗ്രേറ്റ് ബ്രിട്ടന്റെ കൂടെ വടക്കൻ അയർലൻഡ് ദാറ്റ് ഇസ് നോർത്തേൺ അയർലാൻഡ് കൂടി ചേരുമ്പോൾ അവയെ യുണൈറ്റഡ് കിങ്ഡം എന്നും വിളിക്കുന്നു. നമ്മൾ 2 കാര്യങ്ങൾ പറഞ്ഞു അല്ലെ. എന്താണ്? ഇംഗ്ലണ്ട് നമുക്കറിയാം, ഇംഗ്ലണ്ട്, സ്കോട്ട്ലാൻഡ്, വെയിൽസ് ഇത് 3ഉം കൂടെ അറിയപ്പെടുന്നതാണ് ഗ്രേറ്റ് ബ്രിട്ടൻ. ഈ 3 രാജ്യങ്ങളോടൊപ്പം നോർത്തേൺ അയർലൻഡിനും കൂടെ ചേർത്തിട്ട് നമുക്ക് എന്ത് പറയാം? യുണൈറ്റഡ് കിങ്ഡം എന്ന് പറയാം. അപ്പൊ ആ ഡൗട്ട് ഇപ്പൊ ക്ലിയർ ആയില്ലേ? ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് യുണൈറ്റഡ് കിങ്ഡത്തിന്റെ പിക്ചർ കാണാം. ഓക്കെ അല്ലേ? അപ്പൊ നമ്മൾ ഇവിടെ പറഞ്ഞത് വേറൊന്നുമില്ല. 3ാം പോപ്പുലേഷൻ വൈസ് നോക്കുകയാണെങ്കിൽ 3ാം സ്ഥാനമാണ്. ഫസ്റ്റ് ഏഷ്യ, സെക്കൻഡ് ആഫ്രിക്ക, തേർഡ് നമ്മുടെ ഇംഗ്ലണ്ട്. ഓക്കെ, ഏറ്റവും വലിയ രാജ്യം, ഏറ്റവും വലിയ ജനസംഖ്യയുള്ള ഇംഗ്ലണ്ട് എന്ന ഭൂഖണ്ഡത്തിന്റെ രാജ്യം റഷ്യ ആണെന്ന് പറഞ്ഞു. പിന്നെ സ്കാൻഡിനേവിയൻ രാജ്യങ്ങളായിട്ടുള്ള
നോർവേ, സ്വീഡൻ, ഫിൻലാൻഡിൽ കമ്പാരിറ്റീവ്ലി പോപ്പുലേഷൻ വളരെ കുറവാണ്. ഇനി ഉണ്ടെങ്കിൽ പോലും അത് അവിടെ കാണപ്പെടുന്ന തെക്ക് കാണപ്പെടുന്ന കടലിനോട് ചേർന്നുള്ള പട്ടണങ്ങളിലാണെന്നും നമ്മൾ പറഞ്ഞു. ഇനി എന്താണ് യൂറോപ്യൻ യൂണിയൻ നോക്കാം. 1957 ബെൽജിയം, ജർമ്മനി, ഫ്രാൻസ്, ഇറ്റലി, ലക്സംബർഗ്, നെതർലാൻഡ് എന്നീ 6 രാജ്യങ്ങൾ ചേർന്ന് ആരംഭിച്ച കൂട്ടായ്മയാണ് 1993 യൂറോപ്യൻ യൂണിയന്റെ രൂപീകരണത്തിന് വഴിതെളിച്ചത്. അപ്പം 1957 ഓർക്കാം. കുറച്ച് രാജ്യങ്ങളെ കുറിച്ച് പറയാം. ബെൽജിയം അല്ലെ, ബെൽജിയം, ജർമ്മനി, ഫ്രാൻസ്, ഇറ്റലി, ലക്സംബർഗ്, നെതർലാൻഡ്സ് ഈ 6 രാജ്യങ്ങൾ 1957 ഒരു കൂട്ടായ്മ ആരംഭിച്ചു. പിന്നീട് 1993 യൂറോപ്യൻ യൂണിയന്റെ രൂപീകരണത്തിന് വഴിതെളിച്ചത്. അപ്പം യൂറോപ്യൻ യൂണിയൻ എന്ന് പറയുന്ന ആ ഒരു കോൺസെപ്റ്റ് വന്നത് 1993 അതിന് കാരണമായത് എന്താണ് എന്ന് ചോദിച്ചാൽ 1957 6 രാജ്യങ്ങളായ ബെൽജിയം, ജർമ്മനി, ഫ്രാൻസ്, ഇറ്റലി, ലക്സംബർഗ്, നെതർലാൻഡ് ഈ രാജ്യങ്ങൾ ചേർന്ന് ആരംഭിച്ച കൂട്ടായ്മയാണ് നമുക്ക് ഓർക്കാം. രാജ്യങ്ങൾക്കിടയിലെ സാമ്പത്തിക ഐക്യവും ആഭ്യന്തര കമ്പോളവും ലക്ഷ്യമിട്ട് ആരംഭിച്ച കൂട്ടായ്മ പിന്നീട് സാമൂഹിക, സാംസ്കാരിക, രാഷ്ട്രീയ മേഖലകളിലേക്കും ശ്രദ്ധ കേന്ദ്രീകരിച്ചു. ഫസ്റ്റ് ഇന്റൻഷൻ എന്തായിരുന്നു? രാജ്യങ്ങൾക്കിടയിൽ പരസ്പരം ഒരു സാമ്പത്തികം, ഒരു എക്കണോമിക് റിലേഷൻ, ഒരു ഐക്യവും ഒരു ആഭ്യന്തര കമ്പോളം, ഒരു ഇന്റേണൽ മാർക്കറ്റ് സിസ്റ്റം ഒക്കെ കൊണ്ടുവരണം. ഇതൊക്കെയായിരുന്നു അവരുടെ ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത്, ഫസ്റ്റ് ഇന്റൻഷൻ എന്ന് പറയുന്നത്. ബട്ട് സ്ലോലി അത് പിന്നീട് എന്തിലേക്ക് മാറി? സാമൂഹിക, സാംസ്കാരിക, രാഷ്ട്രീയ മേഖലകളിലേക്കും അത് എക്സ്റ്റെൻഡ് ചെയ്തു എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, സമാധാനം, അനുരഞ്ജനം, ജനാധിപത്യം, മനുഷ്യാവകാശം എന്നീ മേഖലകളിലെ സംഭാവനയ്ക്ക് യൂറോപ്യൻ യൂണിയന് 2012 സമാധാനത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചു. അവിടെ ഒരു പോയിന്റ് പഠിക്കാം. യൂറോപ്യൻ യൂണിയന് സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ച വർഷം 2012. പിന്നീട് അവരുടെ ആ ഒരു രീതി അല്ലെ, അവർ ഫോളോ ചെയ്തിട്ടുള്ള എല്ലാ സമാധാനമായും അനുരഞ്ജനമായാലും ജനാധിപത്യം, മനുഷ്യാവകാശം ഈ കോൺസെപ്റ്റുകളെല്ലാം കണക്കിലെടുത്തുകൊണ്ട് 2012 നൊബേൽ സമ്മാനം, സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം യൂറോപ്യൻ യൂണിയന് ലഭിച്ചു എന്നതുകൂടി നമുക്ക് ഓർക്കാം. അപ്പോൾ 1957 ഓർക്കാം, 1993 ഓർക്കാം, അതിനുശേഷം 2012 ഓർക്കാം. വ്യത്യസ്ത ഭൂപ്രകൃതി, സംസ്കാരം, കുടിയേറ്റം എന്നിവയുടെ സ്വാധീനം മൂലം വിവിധ ഭാഷകളാണ് യൂറോപ്പിൽ സംസാരിക്കുന്നത്. അപ്പം യൂറോപ്യൻ രാജ്യം നമ്മളെ പോലെ തന്നെയാണ് കേട്ടോ. അവിടെയും മൾട്ടിപ്പിൾ ലാംഗ്വേജസ് ആളുകൾ പറയുന്നുണ്ട്. എന്തുകൊണ്ട്? അവിടുത്തെ ഒന്നാമത്തെ റീസൺ അതിലെ വ്യത്യസ്ത ഭൂപ്രകൃതിയാണ്. നമ്മൾ 4 തരം ഭൂപ്രകൃതി കണ്ടു അല്ലെ. പിന്നെ സംസ്കാരം അല്ലെ, അവരുടെ കൾച്ചേഴ്സ് ആർ ഓൾസോ ഡിഫറെന്റ് ഫ്രം ഓരോ കമ്മ്യൂണിറ്റിയുടെ കൾച്ചർ ആ ഡിഫറെന്റ് ആയിട്ടുണ്ട്. ദെൻ കുടിയേറ്റം അല്ലെ, കുറേ പേര് എന്താണ് അവിടെ വന്ന് കയറിയവരാണ്, മൈഗ്രേറ്റ് ചെയ്ത് വന്നവരാണ്. ദെൻ ഇതെല്ലാം ബിക്കോസ് ഓഫ് ഓൾ ദിസ് റീസൺസ് എന്താണ് ഇവിടെ പലതരത്തിലുള്ള ഭാഷകളാണ് സംസാരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാം. അപ്പം ഇത് ഏറ്റവും കൂടുതൽ സംസാരിക്കുന്ന ഭാഷ യൂറോപ്യൻ എന്ന ഭൂഖണ്ഡത്തിൽ അല്ലെങ്കിൽ യൂറോപ്പിൽ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്ന ഭാഷ ഏതാണ് എന്ന് ചോദിച്ചാൽ അത് റഷ്യൻ ഭാഷയാണ് കേട്ടോ. ഏറ്റവും കൂടുതൽ സംസാരിക്കുന്ന ഭാഷ ഏതാണ്? യൂറോപ്പിലെ റഷ്യൻ ഭാഷയാണ്. നമ്മുടെ കോൺസെപ്റ്റിൽ ഇംഗ്ലീഷ് ആയിരിക്കും, പക്ഷെ മനസ്സിലാക്കാം ഏറ്റവും കൂടുതൽ യൂറോപ്പിൽ സംസാരിക്കുന്ന ഭാഷ റഷ്യൻ ഭാഷയാണ്. ഇതിന് പുറമെ ഇത് കൂടാതെ ആളുകൾ ഫ്രഞ്ച് പറയുന്നു, ജർമ്മൻ പറയുന്നു, ഫ്രഞ്ച്, ഇറ്റാലിയൻ, ദെൻ ഇംഗ്ലീഷ്, സ്പാനിഷ് ഈ ഭാഷകളും അവിടെ സംസാരിക്കുന്നുണ്ട് അല്ലെ. യൂറോപ്പിലെ ജനസംഖ്യാ വർധനവിന്റെ ഒരു പ്രധാന കാരണം എന്താണ്? കുടിയേറ്റമാണ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് യൂറോപ്പില് ഇപ്പൊ കുടിയേറ്റം വളരെ കൂടുതലാണ്. അതിനുള്ള റീസൺ എന്ന് പറയുന്നത് ആഫ്രിക്ക, മധ്യേഷ്യ, തെക്കനേഷ്യ എന്നിവിടങ്ങളിൽ വലിയ തോതിൽ ജനങ്ങൾ യൂറോപ്പിലേക്ക് വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇതെന്ത് ചെയ്യുന്നു? ഓട്ടോമാറ്റിക്കായിട്ട് അവിടുത്തെ പോപ്പുലേഷന്റെ നമ്പർ ഓഫ് പീപ്പിൾ അല്ലെങ്കിൽ പോപ്പുലേഷന്റെ എണ്ണം കൂട്ടുന്നു. ഇനി നമുക്ക് മനസ്സിലാക്കേണ്ടത് ലോകത്തിലെ തന്നെ ഏറ്റവും വികസിതമായ പ്രദേശങ്ങളിൽ ഒന്നാണ് യൂറോപ്പ്. നമുക്ക് യൂറോപ്പിനെ അറിയാം. യൂറോപ്പിനെ കുറിച്ച് പഠിക്കുമ്പോൾ നമുക്കറിയാം വ്യവസായവൽക്കരണം അല്ലേ. ഇത് ആദ്യം വന്നത് എവിടെയാണ്? ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ എന്ന കോൺസെപ്റ്റ് നമ്മൾ പഠിക്കുമ്പോൾ അല്ലെങ്കിൽ അത് കേൾക്കുമ്പോൾ തന്നെ നമ്മൾ ഓർക്കുന്നത് യൂറോപ്പാണ്. സോ അപ്പം അന്ന് മനസ്സിലാക്കാം ലോകത്തിലെ ഏറ്റവും വികസിതമായ പ്രദേശങ്ങളിൽ ഒന്ന് തന്നെയാണ് യൂറോപ്പ് എന്ന് മനസ്സിലാക്കാം. മികച്ച കാലാവസ്ഥയും സുലഭമായ പ്രകൃതി വിഭവങ്ങളും സാങ്കേതിക വിദ്യയും യൂറോപ്പിനെ വ്യാവസായികമായും
കാർഷികമായും സമ്പന്നമാക്കുന്നു. അപ്പം ഏതൊക്കെ കോൺസെപ്റ്റുകൾ അല്ലെങ്കിൽ ഏതൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് യൂറോപ്പ് കാർഷികമായും വ്യാവസായികമായും സമ്പന്നമാകുന്നത് എന്ന് ചോദിച്ചാൽ അവിടുത്തെ മികച്ച കാലാവസ്ഥ, സുലഭമായ പ്രകൃതി വിഭവങ്ങൾ, സാങ്കേതിക വിദ്യ എന്നത് നമുക്ക് ഓർക്കാം. ഏതൊക്കെയാണ്? മികച്ച കാലാവസ്ഥ, സുലഭമായ പ്രകൃതി വിഭവങ്ങൾ, സാങ്കേതിക വിദ്യ നമുക്ക് ഓർക്കാം. ഇത് തന്നെയാണ് യൂറോപ്പിലേക്കുള്ള കുടിയേറ്റത്തിന്റെ പ്രധാന കാരണങ്ങളിലൊന്ന്. സോ ദീസ് ആർ ദ റീസൺസ് വൈ പീപ്പിൾ ആർ മൈഗ്രേറ്റിംഗ് മോർ ഇൻ നമ്പർ എന്ന് നമുക്ക് പറയാം. അടുത്തത് കൃഷിയും വ്യവസായവുമാണ് കേട്ടോ. ഓക്കെ, കൃഷിയും വ്യവസായവും. കൃഷിയിൽ പ്രാദേശിക വൈവിധ്യം നിലനിൽക്കുന്നുണ്ടെങ്കിലും സ്ഥലലഭ്യതയ്ക്കും ജനസാന്ദ്രതയ്ക്കും അനുസരിച്ച് തീവ്ര കൃഷി, വ്യാപക കൃഷി, മിശ്ര കൃഷി എന്നീ കൃഷി രീതികളാണ് യൂറോപ്പിൽ പ്രധാനമായും കണ്ടുവരുന്നത്. അപ്പൊ യൂറോപ്പിൽ നടപ്പിലാക്കുന്ന 3 തരം കൃഷി രീതികളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഏതൊക്കെയാണെന്ന്? തീവ്ര കൃഷി, വ്യാപക കൃഷി, മിശ്ര കൃഷി. നോക്കാം. ജനസാന്ദ്രത കൂടിയ പ്രദേശങ്ങളിൽ മികച്ച സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് വർദ്ധിച്ച ഉൽപാദനം നടത്തുന്ന കൃഷി രീതി. അപ്പൊ എന്താണ് ഇന്റൻസീവ് ഫാമിംഗ് എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത്? അഥവാ തീവ്ര കൃഷി എന്ന് വെച്ച് ഉദ്ദേശിക്കുന്നത് ജനസാന്ദ്രത കൂടിയ, അതായത് പോപ്പുലേഷൻ ഡെൻസിറ്റി കൂടിയ, കോൺസെൻട്രേറ്റ് ചെയ്യുന്ന പ്രദേശങ്ങളിൽ എന്താണ് അവിടെ മികച്ച സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്യുന്നു? അവിടുത്തെ ആ ഉൽപാദനം, ആ പ്രൊഡക്ഷൻ കൂട്ടണം. അതാണ് തീവ്ര കൃഷി എന്ന അഥവാ ഇന്റൻസീവ് ഫാമിംഗ് എന്ന കോൺസെപ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി എന്താണ് വ്യാപക കൃഷി? അതിവിശാലമായ ഭൂപ്രദേശങ്ങളിൽ വാണിജ്യാടിസ്ഥാനത്തിൽ നടത്തുന്ന യന്ത്രവൽകൃത ധാന്യ കൃഷി രീതിയാണ്. എന്താണ്? അതിവിശാലമായ ഭൂപ്രദേശങ്ങൾ, അതായത് ലാൻഡ് ഏരിയ വളരെ കൂടുതലായിരിക്കും. വാണിജ്യ അടിസ്ഥാനം, ദാറ്റ് ഇസ് കൊമേഴ്സ്യൽ പർപ്പസിന് വേണ്ടി വിത്ത് എക്യുപ്മെന്റ്സിന്റെ സഹായങ്ങളോട് കൂടി നടത്തുന്ന കൃഷി രീതിയാണ് വ്യാപക കൃഷി. അപ്പൊ വ്യാപകം, എക്സ്റ്റെൻസീവ് എന്ന് വെച്ചാൽ ഒരുപാട് ലാൻഡ് വേണ്ടേ. അപ്പൊ ഒരുപാട് ലാൻഡില് കൊമേഴ്സ്യൽ പർപ്പസിന് വേണ്ടി വിത്ത് ഹെൽപ്പ് ഓഫ് എക്യുപ്മെന്റ്സിന്റെ സഹായത്തോടു കൂടി നടത്തുന്ന കൃഷി രീതിയെ നമുക്ക് എക്സ്റ്റെൻസീവ് ഫാമിംഗ് അഥവാ വ്യാപക കൃഷി എന്ന് പറയാം. ഇനി എന്താണ് മിശ്ര കൃഷി? ദാറ്റ് ഇസ് മിക്സഡ് ഫാമിംഗ്. കൃഷിയോടൊപ്പം മൃഗപരിപാലനവും നടത്തുന്ന രീതി, അല്ലെ? കൃഷിയുണ്ട് പ്ലസ് അതിനോടൊപ്പം മൃഗങ്ങളെയും വളർത്തുന്നു. സോ നമുക്ക് പാല് ലഭിക്കുന്നു, കൃഷിയുടെ സംഭവങ്ങളെല്ലാം മൃഗങ്ങൾക്ക് കൊടുക്കാം, അല്ലെ? ഒരു മിക്സഡ് ഫാമിംഗ് സിസ്റ്റം. രണ്ടിൽ നിന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യാൻ പറ്റും, നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും. സോ 3 types ഓഫ് എന്താണ് ഫാമിംഗ് സിസ്റ്റം ആണ് നമ്മൾ പറഞ്ഞത്. ദ ഫസ്റ്റ് വൺ ഈസ് ഇന്റൻസീവ്, ദാറ്റ് ഇസ് തീവ്ര കൃഷി. ദ സെക്കൻഡ് വൺ ഈസ് എക്സ്റ്റെൻസീവ്, ദാറ്റ് ഇസ് വ്യാപക കൃഷി. ദ തേർഡ് വൺ ഈസ് മിക്സഡ്, ദാറ്റ് ഈസ് മിശ്ര കൃഷി. ക്ലിയർ? സോ എന്താണ് തീവ്ര കൃഷി എന്ന് പറഞ്ഞു, എന്താണ് വ്യാപകം, എന്താണ് മിശ്രം? ഒന്നുകൂടി പറയുന്നു. എന്താണ് തീവ്ര കൃഷി? ജനസാന്ദ്രത, അത് പോപ്പുലേഷൻ ഡെൻസിറ്റി കൂടിയ പ്രദേശങ്ങളിൽ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുകൊണ്ടിട്ട് എന്താണ് ഉൽപാദനം വർദ്ധിപ്പിക്കുന്ന ഒരു രീതിയാണ്. എന്നാൽ വ്യാപകം എന്ന് പറയുന്നതോ ഒരു എക്സ്റ്റെൻസീവ് ലാൻഡ്, കുറേ ലാൻഡ് എടുക്കുക, കമേഴ്സ്യൽ പർപ്പസിന് വേണ്ടി അവിടെ വിത്ത് ഹെൽപ്പ് ഓഫ് എക്യുപ്മെന്റ്സ് എന്ത് ചെയ്യുന്നു? കൃഷി നടത്തുന്നു. ദ തേർഡ് വൺ എന്ന് പറയുന്നത് മിക്സഡ് ആണ്. കാറ്റലും ഉണ്ട്, കാറ്റൽ റിയറിംഗും ഉണ്ട്, പ്ലസ് എന്ത് ചെയ്യുന്നുണ്ട്? ഫാമിങ്ങും ഉണ്ട്. ഇനിയും തീവ്ര കൃഷിയെ കുറിച്ച് മറ്റൊരു കാര്യം, മെഡിറ്ററേനിയൻ കാലാവസ്ഥ അനുഭവപ്പെടുന്ന രാജ്യങ്ങളിലാണ് കൃഷി ചെയ്യുന്നത്. അപ്പൊ യൂറോപ്യൻ എന്ന ഭൂഖണ്ഡത്തിലെ മെഡിറ്ററേനിയൻ കാലാവസ്ഥയുള്ള സ്ഥലങ്ങളിൽ ഏത് തരം കൃഷിയാണ്, ഏത് ഫാമിംഗ് ആണ് പ്രൊമോട്ട് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ അത് ഇന്റൻസീവ് ഫാമിംഗ്, ദാറ്റ് ഇസ് തീവ്ര കൃഷി. ഇനിയും വടക്കൻ യൂറോപ്പിലെ സ്റ്റെപ്പീസ് പുൽമേടുകളിലാണ് ഇത്തരം കൃഷി നടക്കുന്നത്. അത് വ്യാപക കൃഷി. നമ്മൾ എന്താണ് ഒരുപാട് ലോങ് എന്താണ് പ്ലേസസ്, അല്ലെ? അതായത് ഒരുപാട് എക്സ്റ്റെൻസീവ് ലാൻഡ് ഏരിയാസ് എടുത്തതിന് ശേഷം അവിടെ നടത്തുന്നു, ഫോർ കമേഴ്സ്യൽ പർപ്പസിന് നടത്തുന്നു എന്ന് പറഞ്ഞു. അതെവിടെയാണടാ? വടക്കൻ യൂറോപ്പിലെ സ്റ്റെപ്പീസ് പുൽമേടുകളിലാണ്. നമ്മൾ പറഞ്ഞു സ്റ്റെപ്പീസ് പുൽമേടുകൾ, അല്ലെ? നോർത്തേൺ യൂറോപ്യൻ പ്ലെയിൻസിൽ കാണപ്പെടുന്ന സ്റ്റെപ്പീസ് പുൽമേടുകളിൽ നടത്തുന്ന കൃഷി ഏത് എന്ന് ചോദിച്ചാൽ വ്യാപക കൃഷി അഥവാ എക്സ്റ്റെൻസീവ് ഫാമിംഗ്. ദ തേർഡ് വൺ ഈസ് ദ മിക്സഡ്. അതിലെന്താണ് പറഞ്ഞത്? മധ്യ പടിഞ്ഞാറൻ യൂറോപ്പിലാണ് ഈ മിക്സഡ് ഫാമിംഗ്. അപ്പൊ യൂറോപ്പിന്റെ മെഡിറ്ററേനിയൻ കാലാവസ്ഥയിൽ നടത്തുന്നത് ഇന്റൻസീവ് തീവ്ര കൃഷി, വടക്കൻ യൂറോപ്പിലെ സ്റ്റെപ്പീസ് പുൽമേടുകളിൽ നടത്തുന്നത് വ്യാപക കൃഷി അഥവാ എക്സ്റ്റെൻസീവ്, അതുപോലെ തന്നെ മധ്യ പടിഞ്ഞാറൻ യൂറോപ്പിൽ നടത്തുന്ന മിശ്ര കൃഷി രീതി. ഇനി അടുത്തത് നോക്കാം. ഈ ഇന്റൻസീവ് അഥവാ തീവ്ര കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട് ഏതൊക്കെയാണ്? ഓറഞ്ച്, ഒലിവ്, മുന്തിരി, ഇതാണ് പ്രധാനമായിട്ടും കൃഷി ചെയ്യുന്നത്. അപ്പം തീവ്ര കൃഷിയിൽ ഉൾപ്പെട്ട് മെഡിറ്ററേനിയൻ മേഖലകളിൽ ഏതൊക്കെ കൃഷിയാണ്? ഓറഞ്ച്, ഒലിവ്, മുന്തിരി ഓർക്കാം. ഇനി എക്സ്റ്റെൻസീവ് ഫാമിംഗ് എന്ന് പറഞ്ഞു, ഒരുപാട് ലാൻഡ് എടുത്തിട്ട് കമേഴ്സ്യൽ പർപ്പസിന് വേണ്ടി, അല്ലെ, എക്യുപ്മെന്റിന്റെ സഹായത്തോട് നടത്തുന്നു. അത് വടക്കൻ യൂറോപ്പിലെ സ്റ്റെപ്പീസ് പുൽമേടുകളിൽ അവിടെ എന്തൊക്കെ നടന്നു എന്ന് ചോദിച്ചാൽ ഗോതമ്പ്,
ആണ് പ്രധാന വിള. ഫസ്റ്റ് പ്രയോറിറ്റി ഗോതമ്പ്, ദെൻ ബാർലി, ചോളം, ഓട്സ് ഇവയും കൃഷി ചെയ്യുന്നു എന്ന് ഓർക്കും. തേർഡ്, ധാന്യങ്ങൾ, പച്ചക്കറികൾ എന്നിവയുടെ ഉൽപാദനത്തോടൊപ്പം കന്നുകാലികളെയും പരിപാലിക്കുന്നു. സോ ധാന്യങ്ങളും പച്ചക്കറികളുമാണ് മിക്സഡ് ഫാമിംഗ് സിസ്റ്റത്തിൽ കൂടുതലായിട്ട് കൃഷി ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് മനസ്സിലാക്കേണ്ടത് ഇത് മൂന്നും എന്താണ്, ഏത് ഏരിയയിലാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്, ഇതുമായിട്ട് ബന്ധപ്പെട്ട ഏത് പ്ലാന്റിനെയാണ് നമ്മൾ കൃഷി ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് നമ്മൾ അറിയേണ്ട കാര്യം. അടുത്തത് പ്രദേശം വിളകൾ ഒന്ന് ഒറ്റ നോട്ടത്തിൽ നോക്കാം. മധ്യ പടിഞ്ഞാറൻ യൂറോപ്പിൽ ധാന്യങ്ങൾ, പച്ചക്കറികൾ, കന്നുകാലികൾ. മെഡിറ്ററേനിയൻ ഭൂപ്രദേശത്ത് ഓറഞ്ച്, ഒലിവ്, മുന്തിരി. സ്റ്റെപ്പീസ് പുൽമേടുകളിൽ ഗോതമ്പ്, ബാർലി, ചോളം, ഓട്സ്. അതിൽ ഫസ്റ്റ് പ്രയോറിറ്റി ഗോതമ്പിനാണെന്ന് നമുക്ക് ഓർക്കാം. ഇനി നമ്മൾ പറയുന്നത് മത്സ്യബന്ധനം. നമ്മൾ ഓൾറെഡി കഴിഞ്ഞ സെക്ഷനിൽ പറഞ്ഞിരുന്നു അല്ലെ, മത്സ്യബന്ധനം അല്ലെ, പ്ലാക്ടോണുകൾ കഴിക്കാൻ വരുന്ന മത്സ്യങ്ങളെ വരുന്നു, മത്സ്യസമ്പത്ത് അവിടെ കൂടുതലാണ്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് മത്സ്യബന്ധനമായിട്ട് നോക്കാം. വടക്കൻ കടൽ അഥവാ നോർത്ത് സീ, ഉത്തര അറ്റ്ലാന്റിക് സമുദ്രം, ആർട്ടിക് സമുദ്രം എന്നിവയോട് ചേർന്ന് കിടക്കുന്ന നോർവേ, ഡെൻമാർക്ക്, പോളണ്ട് എന്നീ രാജ്യങ്ങളിലെ ഒരു പ്രധാന തൊഴിലാണ് മത്സ്യബന്ധനം. അപ്പൊ നമ്മൾ നോർവേ, ഡെൻമാർക്ക് എന്നൊക്കെ കേട്ടിട്ടുണ്ടല്ലേ. നോർവേ, ഡെൻമാർക്ക്, പോളണ്ട് ഇവിടുത്തെ പ്രധാന തൊഴിൽ എന്ത് എന്ന് ചോദിച്ചാൽ അത് മത്സ്യബന്ധനമാണ് എന്ന് ഓർത്തു വയ്ക്കാം. അപ്പൊ നമുക്ക് എന്തൊക്കെ ഓർക്കണം? അവിടെ പ്രധാനപ്പെട്ട ഏതൊക്കെ മത്സ്യങ്ങളാണ് ലഭ്യമാകുന്നത്? കോഡ്, മത്തി, ഹെറിംഗ്, സാൽമൺ. നമുക്ക് സാൽമൺ അറിയാം, വളരെ ലോകപ്രശസ്തമായ ഒരു മത്സ്യവിഭവമാണ്. ഹാലിബട്ട് അല്ലെ, ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട. അതുപോലെ തന്നെ കടൽ ട്രൗട്ട്, അതായത് സീ ട്രൗട്ട് എന്ന് പറയുന്നു. ഇപ്പൊ ഈ മത്സ്യങ്ങളാണ് ഈ പ്രദേശത്ത് ധാരാളമായിട്ട് ലഭിക്കുന്നത്. അപ്പൊ മത്സ്യബന്ധനം എവിടെയൊക്കെ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ചോദിച്ചാൽ നോർത്ത് കടൽ അഥവാ നോർത്ത് സീ, ഉത്തര അറ്റ്ലാന്റിക് സമുദ്രം, ആർട്ടിക് സമുദ്രം ഈ ഭാഗത്തൊക്കെ കിടക്കുന്ന നോർവേ, ഡെൻമാർക്ക്, പോളണ്ട് എന്നീ രാജ്യങ്ങളിലെ ഒരു പ്രധാന തൊഴിലാണ് മത്സ്യബന്ധനം. പ്രധാനമായിട്ട് അവിടെ കൃഷി ചെയ്യുന്ന മത്സ്യങ്ങൾ എന്ന് പറയുന്നത് കോഡ്, മത്തി, സാൽമൺ, ഹാലിബട്ട്, കടൽ ട്രോട്ട് അഥവാ സീ ട്രോട്ടാണ്. ഓക്കെ, ഇനിയും ഗ്രേറ്റ് ഫിഷർ ബാങ്ക്, ദാറ്റ് ഇസ് ഗ്രേറ്റ് ഫിഷർ ബാങ്ക് എന്താന്ന് നോക്കാം. യൂറോപ്പിൽ ഏറ്റവും കൂടുതൽ മത്സ്യ ലഭ്യതയുള്ള പ്രദേശങ്ങൾ ഏതൊക്കെയാണ്? ഡെൻമാർക്ക്, നോർവേ. തീരത്തുള്ള ഗ്രേറ്റ് ഫിഷർ ബാങ്കും ഡോഗർ ബാങ്കുമാണ്. രണ്ടെണ്ണം ഉണ്ട് കേട്ടോ, ഡോഗർ ബാങ്കും. അപ്പൊ യൂറോപ്പിൽ ഏറ്റവും കൂടുതൽ മത്സ്യ ലഭ്യതയുള്ള രണ്ട് പ്രദേശങ്ങളാണ് ഡെൻമാർക്ക്, നോർവേ ആൻഡ് ഡോഗർ ബാങ്ക് എന്ന് പറയുന്നത്. ഇവയ്ക്ക് പുറമെ മെഡിറ്ററേനിയൻ കടലും കരിങ്കടലും ഉൾനാടൻ കായലുകളും മത്സ്യബന്ധന വ്യവസായം അഭിവൃദ്ധിപ്പെടുത്തുന്നു. അപ്പൊ അത് മനസ്സിലാക്കിയിരുന്നാൽ മതി. ഇവിടെ നമ്മൾ ഗ്രേറ്റ് ഫിഷർ ബാങ്ക് എന്താണ്, ഡോഗർ ബാങ്ക് എന്നൊക്കെ എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ മത്സ്യബന്ധനം, മത്സ്യകൃഷിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ഓർക്കാം. അടുത്ത് പറയുന്നത് വ്യവസായമാണ് കേട്ടോ. നമുക്കറിയാം വ്യവസായ വിപ്ലവം, ദാറ്റ് ഇസ് ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ. വെനെവർ വി ഹാഡ് അല്ലെ, ഈ ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ എന്ന കോൺസെപ്റ്റ് കേൾക്കുമ്പോൾ നമ്മുടെ ഫസ്റ്റ് പ്രയോറിറ്റി അല്ലെങ്കിൽ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ഒരു സംഭവമാണ് യൂറോപ്പ് എന്ന കോണ്ടിനെന്റ്. അപ്പൊ യൂറോപ്പിലെ ഡിഫറെന്റ് ആയിട്ടുള്ള നോക്കൂ, ഓട്ടോമാറ്റിക് മൊബൈൽ വ്യവസായം, കപ്പൽ നിർമ്മാണം, ഇരുമ്പുരുക്ക് വ്യവസായം, തുണി വ്യവസായം, ഇതെല്ലാം അവിടുത്തെ വളരെ ഫേമസ് ആണ്. നമുക്ക് ഈ പിക്ചറിലൂടെ നമുക്കത് കാണാൻ പറ്റുന്നു. ഡോട്ട് ചെയ്തിരിക്കുന്നതുണ്ടോ, ഓരോ കളർ കൊടുത്തിട്ട് ഡോട്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ വ്യക്തമായിട്ടത് പറയുന്നുമുണ്ട്. ഇനിയും അടുത്തത് യൂറോപ്പിലെ വാഹന നിർമ്മാണ വ്യവസായത്തെ കുറിച്ച് നോക്കിയാലോ. യൂറോപ്യൻ രാജ്യങ്ങൾ വാഹന നിർമ്മാണത്തിൽ മുൻപന്തിയിലാണ് അല്ലെ. ലോക യുദ്ധങ്ങളുടെ സമയത്ത് തങ്ങളുടെ രാജ്യത്തിന്റെ പട്ടാള മുന്നേറ്റത്തിനായി യുദ്ധവിമാനങ്ങളും ട്രക്കുകളും ടാങ്കറുകളും നിർമ്മിച്ച പല കമ്പനികളും പിന്നീട് വാഹന നിർമ്മാണ മേഖലയിലേക്ക് തിരിഞ്ഞു. ഔഡി, ഫെറാറി, ബുഗാട്ടി, ഫോക്സ് വാഗൺ, മെർസിഡസ് ബെൻസ്, BMW, അതുപോലെ തന്നെ റോൾസ് റോയ്സ്, സ്കാനിയ, വോൾവോ, പോർഷെ എന്നിവയെല്ലാം ലോകം മുഴുവൻ ആരാധകരുള്ള യൂറോപ്യൻ വാഹന കമ്പനികളാണ് അല്ലെ. വാഹനത്തിനോട് പാഷൻ ഉള്ളത് അല്ലെങ്കിൽ വാഹനങ്ങളെ കുറിച്ച് അറിയാന്നുള്ള ആളുകൾക്ക് ഈ പേരുകളെല്ലാം വളരെ ഫെമിലിയർ ആണ്. കാര്യം ലോകത്തിൽ തന്നെ ഏറ്റവും നിലവാരത്തിലുള്ള കാർ കമ്പനികളാണ് നമ്മൾ ഈ കേട്ടത്. അപ്പൊ ഇവരുടെ ഒരു സമയത്ത് ഇവ എന്തിലേക്കാണ് ഇന്ന് തിരിഞ്ഞിരുന്നത്? യുദ്ധവിമാനങ്ങളും ട്രക്കുകളും ടാങ്കറുകളും നിർമ്മിക്കാനായിരുന്നെങ്കിൽ പിന്നീട് ആ വ്യവസായം മാറ്റിപ്പിടിച്ച് ലോകത്തിലെ തന്നെ വിസ്മയിപ്പിക്കുന്ന രീതിയിലുള്ള കാറ് അല്ലെ, ഏതൊക്കെയാണ് പറയുന്നത് നോക്കണം. വളരെ ഫേമസ് ആയിട്ടുള്ള ഓഡി, ഫെറാറി, ബുഗാട്ടി, ഫോക്സ് വാഗൺ, മെർസിഡസ് ബെൻസ്, BMW, റോൾസ് റോയ്സ്, സ്കാനിയ, വോൾവോ, പോർഷെ ഇതെല്ലാം വളരെ ഫെമിലിയർ, വളരെ ഫേമസ് ആയിട്ടുള്ള, വളരെ പാഷനേറ്റ് ആയിട്ടുള്ള കാറുകളാണ്. ആളുകൾ പാഷനേറ്റ് ആയിട്ടുള്ള കാർ വ്യവസായികൾക്ക് വളരെ ഇഷ്ടപ്പെടുന്ന കാറുകൾ, അല്ലെങ്കിൽ അവരുടെ സ്വപ്നം തന്നെ എന്ന് നമുക്ക് പറയേണ്ടതായിട്ട് വരും. ആഘോഷങ്ങളും സാംസ്കാരിക നഗരങ്ങളും നോക്കാം.
വൈവിധ്യമാർന്ന സംസ്കാരങ്ങളുടെയും വിശ്വാസങ്ങളുടെയും ആഘോഷങ്ങളുടെയും കേന്ദ്രമാണ് യൂറോപ്പ്. അപ്പൊ ഇത് മാത്രമാണോ? അല്ല, വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള കൾച്ചേഴ്സ് അല്ലെങ്കിൽ ബിലീഫ്സ്, അതുപോലെ ഫെസ്റ്റിവൽസ്, ഇതിൻ്റെ എല്ലാം ഒരു സെൻറ്റർ കൂടിയാണ് നമ്മുടെ സ്വന്തം യൂറോപ്പ്. യൂറോപ്പിലെ വൈവിധ്യമാർന്ന ക്രിസ്മസ് പുതുവത്സരാഘോഷം, ജർമ്മനിയിലെ ഒക്ടോബർ ഫെസ്റ്റ്, സ്പെയിനിലെ ലാ ടൊമാറ്റിന, കാളപ്പോര്, നെതർലാൻഡ്സിലെ കിങ്സ് ഡേ കാർണിവൽ, വെനീസ് കാർണിവൽ എന്നിവ എടുത്തു പറയത്തക്ക ആഘോഷങ്ങളാണ്. ഈഫൽ ഗോപുരം, പിസയിലെ ചരിഞ്ഞ ഗോപുരം, ലണ്ടൻ ബ്രിഡ്ജ് തുടങ്ങിയ നിർമ്മിതികളും കലയും സംസ്കാരവും വിളിച്ചോതുന്ന നഗരങ്ങളും യൂറോപ്പിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങളാണ്. നമുക്ക് എന്താണ് ഓർക്കേണ്ടത്? ഇവിടെ യൂറോപ്പ് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ഓടിയെത്തുന്ന കുറേ ചിത്രങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ ഈ ചിത്രങ്ങളും കാണാം. ഈ വളരെ മനോഹരമായ പിക്ചേഴ്സ് നമ്മളെ കാണിച്ചു തരുന്നു. അവിടുത്തുള്ള ഒക്ടോബർ ഫെസ്റ്റ്, ഇതാണ്ട് ലാ ടൊമാറ്റിന നമ്മൾ മറ്റേ സിനിമ ദിലീപിൻ്റെ സിനിമയിൽ കണ്ടിട്ടില്ലേ, മറ്റേ സ്പെയിനിൽ പോകുന്ന. അതുപോലെ തന്നെ കാളപ്പോര് നമ്മൾ കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ കിങ്സ് ഡേ കാർണിവലാണിത്. അതുപോലെ വെനീസ് കാർണിവലാണ് ഇത്. അതുപോലെ ചരിഞ്ഞ ഗോപുരം, പിസാ ഗോപുരം, ഇതെല്ലാം യൂറോപ്പിനെ എന്താണ് വിനോദസഞ്ചാര കേന്ദ്രം, ഒരു ഹബ്ബാക്കി മാറ്റുന്ന ഒരുപാട് പേര് അവിടെ പോകുന്നും ഉണ്ട്. ഓക്കെ, അപ്പൊ നമുക്കും ഈ മനോഹരമായ കാര്യങ്ങളെല്ലാം ഈ പിക്ചറിലൂടെ മനസ്സിലാക്കാം. അടുത്തത് പ്രധാനപ്പെട്ട നഗരങ്ങളാണ് അല്ലെ. പാരീസ് എന്നത് ഒരു ഡ്രീം വേൾഡ് തന്നെയാണ്, ഡ്രീം പ്ലേസ് തന്നെയാണ് അല്ലെ. കുറച്ച് ലോക പരിജ്ഞാനമുള്ള ആളുകളോട് അവരുടെ പ്രിയപ്പെട്ട സ്ഥലം എന്ന് ചോദിച്ചാൽ വൺ അമംഗ് ദം അത് എപ്പോഴും പാരീസ് ആയിരിക്കും. അപ്പം യൂറോപ്പിൽ പ്രതിവർഷം ഏറ്റവും കൂടുതൽ വിനോദസഞ്ചാരികൾ എത്തുന്ന നഗരം ഏത് തന്നെയാണ്? പാരീസ്. സൈൻ നദീതീരത്ത് സ്ഥിതി ചെയ്യുന്നു പാരീസ്. അപ്പൊ ഏത് നദീതീരത്താണ്? സൈൻ നദീതീരത്താണ് പാരീസ് സ്ഥിതി ചെയ്യുന്നത്. ഏത് നദീതീരത്താണ് പാരീസ് സ്ഥിതി ചെയ്യുന്നത്? സൈൻ നദീതീരത്താണ്. പാരീസ് ലാസ്റ്റ് ഇട്ടിട്ട് സൈൻ. നല്ല സൈനാണ് എന്ന് ആലോചിക്കാം. പാരീസ് ഫ്രാൻസിന്റെ തലസ്ഥാനമാണ്. അപ്പൊ പാരീസ് എന്ന് പറയുന്ന ആ മനോഹരമായ ഡ്രീം ലാൻഡ് എവിടെയാണ്? അത് നമ്മുടെ ഫ്രാൻസിന്റെ തലസ്ഥാനമാണ് എന്നത് ഓർക്കാം. ഈഫൽ ഗോപുരം അല്ലെ, ഐഫൽ ടവർ, ലൂവർ മ്യൂസിയം തുടങ്ങിയവ സഞ്ചാരികളെ ഈ നഗരത്തിലേക്ക് ആകർഷിക്കുന്നു. അപ്പം വൺ അമംഗ് ദ ഫേമസ് അല്ലെങ്കിൽ വൺ ഓഫ് ദ മോസ്റ്റ് ഫേമസ് എന്താണ് ഡ്രീം വേൾഡ് ആണ് തന്നെയാണ് പാരീസ് എന്ന് പറയുന്നത്. സോ ലോകത്തിൽ പ്രതിവർഷം ഏറ്റവും കൂടുതൽ സഞ്ചാരികൾ വിസിറ്റ് ചെയ്യുന്ന ഒരു പ്ലേസ് കൂടിയാണ് പാരീസ്. സൈൻ നദീ തീരത്താണ് പാരീസ് നിലകൊള്ളുന്നത്. ഫ്രാൻസിന്റെ ക്യാപിറ്റലാണ് പാരീസ്. പിന്നെ മറ്റ് ഐഫൽ ടവർ, അതുപോലെ തന്നെ ലൂവർ മ്യൂസിയം, ഇതെല്ലാം അവിടുത്തെ മറ്റ് ആകർഷിക്കുന്ന മറ്റ് സംഭവങ്ങളാണ്. അടുത്തത് ലണ്ടൻ പറഞ്ഞാൽ തേംസ് നദീതീരത്തിൽ സ്ഥിതി ചെയ്യുന്ന ലണ്ടൻ. ലണ്ടൻ ഏത് നദീതീരം? തേംസ് ആണ്. ഇംഗ്ലണ്ടിന്റെ യുണൈറ്റഡ് കിങ്ഡത്തിന്റെയും തലസ്ഥാനമാണ് ലണ്ടൻ. അപ്പം യുണൈറ്റഡ് കിങ്ഡം തലസ്ഥാനം ഏതാണ്? ലണ്ടൻ ആണ്. പാരീസ് ഫ്രാൻസിന്റെ തലസ്ഥാനമാണ്. അടുത്തത് ബെർലിൻ ജർമ്മനിയുടെ തലസ്ഥാനമാണ്. ബെർലിൻ സ്പ്രീ നദീതീരത്താണ്. ഈ സ്പ്രീ നദീതീരത്താണ് ലണ്ടൻ. അപ്പൊ നമ്മളിവിടെ എന്തൊക്കെ പറഞ്ഞു? പാരീസ് സൈൻ നദീതീരത്ത് ഫ്രാൻസിന്റെ തലസ്ഥാനം, ലണ്ടൻ തേംസ് നദീതീരത്ത് ഇംഗ്ലണ്ടിന്റെയും യുണൈറ്റഡ് കിങ്ഡത്തിന്റെയും തലസ്ഥാനം, ബെർലിൻ ജർമ്മനിയുടെ തലസ്ഥാനം സ്പ്രീ നദീതീരത്താണ് സ്ഥിതി ചെയ്യുന്നത്. അടുത്തത് മോസ്കോയാണ്. റഷ്യയുടെ തലസ്ഥാനമാണ് മോസ്കോ നദീതീരത്ത് സ്ഥിതി ചെയ്യുന്നത്. മോസ്കോവ നദീതീരത്താണ് മോസ്കോ സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, ഈ നഗരമാണ് യൂറോപ്പിലെ ഏറ്റവും വലിയ നഗരം. അപ്പം യൂറോപ്പിലെ ഏറ്റവും വലിയ നഗരം, ഒരു ചോദ്യം, ഏതാണത്? അത് മോസ്കോയാണ്. മോസ്കോ എന്ന് പറയുന്നത് റഷ്യയുടെ തലസ്ഥാനമാണ്. ഏത് നദീതീരത്താണ്? മോസ്കോവ നദീതീരത്താണ്. അടുത്തത് റോമാണ്. ഇറ്റലിയുടെ തലസ്ഥാനമാണ് റോം അല്ലെ. ടൈബർ നദീതീരത്താണ് സ്ഥിതി ചെയ്യുന്നത്. റോമാ സാമ്രാജ്യത്തിന്റെയും ക്രിസ്തു മതത്തിന്റെയും നിരവധി സ്മാരകങ്ങൾ ഇവിടെ സ്ഥിതി ചെയ്യുന്നു. റോമിലെ കൊലോസിയം പുരാതന ലോക മഹാത്ഭുതങ്ങളിൽ ഒന്നാണ്. ഇവയ്ക്ക് പുറമെ മാഡ്രിഡ്, ഏതൻസ്, ആംസ്റ്റർഡാം, വിയന്ന, ബാഴ്സലോണ, ലിസ്ബൺ, ഡബ്ലിൻ എന്നിവയെല്ലാം യൂറോപ്പിലെ പ്രധാന നഗരങ്ങളാണ്. അപ്പം യൂറോപ്യൻ പ്രധാനപ്പെട്ട നഗരങ്ങളാണ് നമ്മൾ പറഞ്ഞത്. അതിൽ വലുതേത്? ഏത് നദിയുടെ തീരത്താണ്? ഏത് രാജ്യത്തിന്റെ ക്യാപിറ്റലാണ്? അങ്ങനെ കാര്യങ്ങളൊക്കെയാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത്. അടുത്തത് നദിയും നഗരവും ഒന്നും കൂടി നമുക്കൊന്ന് ബ്രീഫ് ചെയ്യാം, നോക്കാം. തേംസ് ലണ്ടൻ അല്ലെ, യുണൈറ്റഡ് കിങ്ഡത്തിന്റെയും ഇംഗ്ലണ്ടിന്റെയും ക്യാപിറ്റലാണ്. ടൈബർ റോം, മോസ്കോ, സൈൻ പാരീസ്, സ്പ്രീ ബെർലിൻ അല്ലെ. ലണ്ടൻ ഏതാണിടാ? UK യുടെയും ഇംഗ്ലണ്ടിന്റെയും ക്യാപിറ്റലാണ് അല്ലെ. ഇവിടെ
റോം നോക്കിയേ, ഇറ്റലിയുടെ ക്യാപിറ്റലാണ് അല്ലേ റോം. മോസ്കോ ആണെങ്കിലോ റഷ്യയുടെ ക്യാപിറ്റലാണ്. പാരീസ് ആണെങ്കിലോ ഫ്രാൻസിന്റെ ക്യാപിറ്റലാണ്. ബെർലിൻ ആണെങ്കിലോ ജർമ്മനിയുടെ ക്യാപിറ്റലാണ്. അപ്പം ഇതെല്ലാം ഒന്ന് ഓർത്ത് വയ്ക്കാം. അപ്പം നമ്മൾ ഈ 1000 തടാകങ്ങളുടെ നാട് നമ്മളെല്ലാം കേട്ടിട്ടുണ്ട്, ഒരുപാട് PYQ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുമുണ്ട്. അപ്പോൾ ഇതാ ഫിൻലാൻഡിന്റെ ഭൂപടമാണ് ഈ കാണുന്നത്. അപ്പം നമ്മൾ 1000 തടാകങ്ങളുടെ നാട്ടിലേക്ക് വരെയാണ്. അപ്പം ഇങ്ങനെ വിശേഷിപ്പിക്കുന്നത് ഫിൻലാൻഡിനെയാണ്. വടക്കൻ യൂറോപ്യൻ രാജ്യമായ ഫിൻലാൻഡിനെ വിശേഷിപ്പിക്കുന്നതാണ് 1000 തടാകങ്ങളുടെ നാട്. 100,000-ലധികം തടാകങ്ങളും നിരവധി നദികളും വിശാലമായ ചതുപ്പു നിലങ്ങളും നിറഞ്ഞതാണ് ഫിൻലാൻഡ്. ഫിൻലാൻഡിനെ തെക്കായി ബാൾട്ടിക് കടലും ഫിൻലാൻഡ് കടലിടുക്കും തെക്കു പടിഞ്ഞാറായി ബോസ്നിയ കടലിടുക്കും സ്ഥിതി ചെയ്യുന്നു. ഇവിടുത്തെ ഭൂപ്രകൃതിയും കാലാവസ്ഥയും സംസ്കാരവും നിരവധി സഞ്ചാരികളെ ആകർഷിക്കുന്നു. അപ്പം കൃത്യമായിട്ട് ഓർക്കാം, ഫിൻലാൻഡിന്റെ പിക്ചർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പം 1000 തടാകങ്ങളുടെ നാട് എന്നറിയപ്പെടുന്ന രാജ്യം ഫിൻലാൻഡാണ് അല്ലെ. ഫിൻലാൻഡ് ഒരുപാട് പ്രത്യേകതകളുണ്ടല്ലേ. കാലാവസ്ഥയും ജനജീവിതവും നോക്കാം. ആർട്ടിക് കാലാവസ്ഥയും ഉപ ആർട്ടിക്, നമ്മൾ പറഞ്ഞു ആർട്ടിക് എന്താണ്, സബ് ആർട്ടിക് ക്ലൈമറ്റ് പറഞ്ഞു അല്ലെ. കാലാവസ്ഥയുമാണ് ഫിൻലാൻഡിനെ പൊതുവെ അനുഭവപ്പെടുന്നത്. അതിശൈത്യവും മഞ്ഞുവീഴ്ചയും ഫിൻലാൻഡിന്റെ വടക്ക് ഭാഗങ്ങളിലെ ജനജീവിതം ദുസ്സഹമാക്കുന്നു. ഇത് കാരണം ഫിൻലാൻഡിന്റെ കടലിനോട് ചേർന്ന പ്രദേശങ്ങളാണ് പ്രധാന ജനവാസ മേഖലകൾ. ഫിൻലാൻഡ് ഫിൻസ് എന്ന് വിളിക്കപ്പെടുന്ന ഫിൻലാൻഡ് ജനതയുടെ 1/5 ഭാഗം തലസ്ഥാനമായ ഹെൽസിംഗി. അപ്പൊ ഫിൻലാൻഡിന്റെ തലസ്ഥാനം ഇവിടെ അറിയാം, ഹെൽസിംഗി. ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ടതില്ല, നമുക്ക് അറിയേണ്ടത് ഫിൻലാൻഡിന്റെ ക്യാപിറ്റൽ ഹെൽസിംഗിയാണെന്ന് അറിഞ്ഞിരിക്കാം. ഹെൽസിംഗിയിലാണ് വസിക്കുന്നത്. ലോകത്തിലെ ഏറ്റവും പ്രധാന ജനവാസ മേഖലകൾ പലതും തീരപ്രദേശങ്ങളിലാണല്ലോ സ്ഥിതി ചെയ്യുന്നത്. അതെ, അപ്പം ഫിൻലാൻഡിലും തീരപ്രദേശത്താണ് ഏറ്റവും കൂടുതലായിട്ട് പോപ്പുലേഷൻ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് നോക്കാം. ഹെൽസിംഗിയാണ് ഫിൻലാൻഡിന്റെ ക്യാപിറ്റൽ. ഫിൻലാൻഡിന്റെ 2/3 ഭാഗവും വനപ്രദേശമാണ് എന്നത് മനസ്സിലാക്കാം. പ്രകൃതി വിഭവങ്ങൾ താരതമ്യേന കുറഞ്ഞ ഫിൻലാൻഡിൽ ഗുണമേന്മ കുറഞ്ഞ കൽക്കരിയായ പീറ്റ് പ്രധാനമായും കാണപ്പെടുന്നു. അപ്പം ഫിൻലാൻഡിൽ കാണപ്പെടുന്ന കൽക്കരി എന്ന് പറയുന്നത് പീറ്റാണ്, ഗുണമേന്മ കുറഞ്ഞതാണ്. ശൈത്യം കഠിനമായതിനാൽ ഊർജത്തിന്റെ ഉപയോഗം വളരെ കൂടുതലാണ്. രാജ്യത്തെ ഊർജത്തിന്റെ പ്രധാന സ്രോതസ് ജലവൈദ്യുതിയാണ്. എന്നാൽ ശൈത്യം വൈദ്യുതി ഉൽപാദനത്തിന് തടസ്സം സൃഷ്ടിക്കുന്നു. കഠിനമായ ശൈത്യവും നിരന്തരമായ മഞ്ഞുവീഴ്ചയും നിർമ്മാണ പ്രവർത്തനത്തിനും ഗതാഗതത്തിനും തടസ്സങ്ങൾ സൃഷ്ടിക്കുകയും നിർമ്മാണ ചെലവ് വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. അപ്പൊ ഈ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് മനസ്സിലാക്കി വെച്ചേക്കാം. ഇതൊരു നമ്മുടെ അറിവാണ്, ഇതിൽ നിന്ന് ചോദ്യങ്ങൾ വരാൻ ചാൻസ് വളരെ കുറവാണ്. അപ്പൊ നമുക്ക് പീറ്റ് ഫിൻലാൻഡിലുണ്ട്, ഹെൽസിംഗിയാണ് ക്യാപിറ്റൽ. കമ്പാരിറ്റീവ്ലി അവർ ആ കോസ്റ്റൽ ഏരിയസിലാണ് കൂടുതൽ പോപ്പുലേഷൻ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കാം. ബിക്കോസ് അവിടുത്തെ ശൈത്യം എന്ന് പറയുന്നത് അത്ര തീവ്രമായ ശൈത്യമാണ്. അതുതന്നെ പിന്നെ ഇലക്ട്രിസിറ്റി പ്രൊഡക്ഷൻ അവർക്ക് കമ്പാരിറ്റീവ്ലി ഈ തീവ്രമായ വല്ല ഹാർഷായിട്ടുള്ള ക്ലൈമറ്റ് അതിനും എന്താണ് ഒരു പ്രോബ്ലമായിട്ട് നിൽക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്കറിയാം സന്തോഷത്തിന്റെ നാട് ഫൺലാൻഡ് ആണ് ഫിൻലാൻഡ് അല്ലെ. പരിമിതികൾ പലതുണ്ടായിട്ടും 2024 ഐക്യരാഷ്ട്ര സംഘടനയിലെ ലോക സന്തോഷ സൂചികയിൽ, ദാറ്റ് ഇസ് വേൾഡ് ഹാപ്പിനെസ് ഇൻഡെക്സിൽ ഫിൻലാൻഡ് 1-ാമതാണ്. അപ്പം നമ്മൾ കുറേ നാളുകൊണ്ട് കേൾക്കുന്നത് എന്ത് തന്നെയാണ്, ഫിൻലാൻഡാണ് ലോക സന്തോഷ സൂചികയിൽ 1-ാമത് നിൽക്കുന്ന രാജ്യമായി. ഓക്കെ, എങ്ങനെയാണ് സന്തോഷ സൂചിക തയ്യാറാക്കുന്നതെന്ന് നമുക്കറിയാം. ആളോഹരി വരുമാനം, ഓക്കെ, പെർ ക്യാപിറ്റ ഇൻകം, സാമൂഹിക പിന്തുണ, ആരോഗ്യകരമായ ആയുർദൈർഘ്യം, സ്വാതന്ത്ര്യം, ദാനശീലം, അഴിമതി എന്നീ ഘടകങ്ങളെ അടിസ്ഥാനമാക്കിയാണ് സന്തോഷ സൂചിക തയ്യാറാക്കുന്നത്. എന്താണ് സന്തോഷ സൂചിക അല്ലെ? ഒരു വ്യക്തി എത്രമാത്രം സന്തോഷമായി ഇരിക്കണം, അത് ഏറ്റവും കൂടുതൽ സന്തോഷമുള്ള വ്യക്തികളുള്ളതാണ് രാജ്യം. അങ്ങനെയാണെങ്കിൽ ഏറ്റവും കൂടുതൽ സന്തോഷമുണ്ടാവാൻ എന്തൊക്കെ കാര്യങ്ങളാണ്, എന്തൊക്കെ ഫാക്ടേഴ്സാണ് അവർ കൺസിഡർ ചെയ്യുന്നത്? ആളോഹരി വരുമാനം, സാമൂഹിക പിന്തുണ, ആരോഗ്യകരമായ ആയുർദൈർഘ്യം, സ്വാതന്ത്ര്യം, ദാനശീലം, അഴിമതി, ഈ ഫാക്ടേഴ്സുകളെ കൺസിഡർ ചെയ്തുകൊണ്ടാണ് സന്തോഷ സൂചിക തയ്യാറാക്കുന്നത് എന്ന് മനസ്സിലാക്കുക. ഫിൻലാൻഡിനുള്ള പ്രാധാന്യം എന്തെന്ന് നമുക്കറിയാം. സ്കാൻഡിനേവിയൻ ഭൂപ്രകൃതിയും ആർട്ടിക് കാലാവസ്ഥയും അനുഭവിക്കുന്ന രാജ്യങ്ങളായ നോർവേ, സ്വീഡൻ, ഡെൻമാർക്ക്, ഐസ്ലൻഡ് എന്നീ രാജ്യങ്ങളെല്ലാം ഫിൻലാൻഡിന്റെ പിന്നിലായി ലോക സന്തോഷിക സൂചികയിൽ ആദ്യത്തെ 10 സ്ഥാനങ്ങളിലായി തന്നെയുണ്ട്. കൂടാതെ ലോകരാജ്യങ്ങളുടെ വികസനത്തെ വിലയിരുത്തുന്നതിനായി ഐക്യരാഷ്ട്ര സംഘടന തയ്യാറാക്കുന്ന മാനവ വികസന സൂചിക, ദാറ്റ് ഇസ് ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ്, ഈ രാജ്യങ്ങൾ വളരെ മുന്നിലാണ്. മികച്ച കാലാവസ്ഥയും ഭൂപ്രകൃതിയും പ്രകൃതി വിഭവങ്ങളുമുള്ള ധാരാളം രാജ്യങ്ങൾ സന്തോഷ സൂചികയിൽ ഫിൻലാൻഡിന് പുറകിലാണ്. പ്രതികൂലമായ കാലാവസ്ഥയെയും ഭൂപ്രകൃതിയെയും തരണം ചെയ്ത്
വികസനത്തിലേക്ക് കുതിക്കാനുള്ള ഫിൻലാൻഡ് ജനതയുടെ ഇച്ഛാശക്തിയും കഠിനാധ്വാനവും ലോകത്തിന് തന്നെ മാതൃകയാക്കാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ സെക്ഷൻ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ നമ്മൾ പഠിച്ചത് യൂറോപ്പിനെ കുറിച്ചാണ്, യൂറോപ്പ് എന്ന കോണ്ടിനെന്റിനെ കുറിച്ചാണ് 2 സെക്ഷനുകളായിട്ട് നമ്മൾ പഠിച്ചത് അല്ലേ. നമ്മുടെ ലക്ഷ്യത്തിലേക്കുള്ള യാത്രയിൽ ഈ ഓരോ പാഠങ്ങളും നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഹെൽപ്ഫുൾ ആവുമെന്ന് വിശ്വസിക്കുന്നു. ഇതുപോലത്തുള്ള കൂടുതൽ ക്ലാസ്സുകൾ ലഭ്യമാകുന്നതിന് വേണ്ടി നിങ്ങൾ സഹകാരി റേസ് പ്ലസിന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൃത്യമായി ഫോളോ ചെയ്യുക. താങ്ക്